നമ്മുടെ ജീവിതയാത്രയിൽ നാം പലതിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നവരാണ്. ജീവിത നന്മകൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി, നല്ല ജോലിക്ക് വേണ്ടി, സമൂഹത്തിൽ നല്ല മാന്യതയ്ക്ക് വേണ്ടി പലതിനായിട്ട് നാം ഓടുന്നവരാണ്. എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഇന്നത്തെ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായമാണ്. ആ അധ്യായത്തിൽ നിന്നും 2 വാക്യങ്ങൾ വായിച്ച് ചില ചിന്തകൾ പ്രഭാതത്തിൽ നിങ്ങളോട് അറിയിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. സദൃശ്യവാക്യങ്ങൾ 30, അതിൻ്റെ 8, 9 വാക്യങ്ങൾ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് എന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത്. ഇവിടെ ഹാഗൂർ എന്ന് പറഞ്ഞ ദൈവഭക്തൻ താൻ ദിവസത്തിൽ പറയുന്ന ചില വാചകങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. ഇവിടെ അദ്ദേഹം പറയുന്നു, വലിയ ധനം തനിക്ക് വേണ്ട, അപ്പോൾ തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലുമാകുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അന്നത്തേക്ക് വേണ്ടതായ ജീവിത അനുഗ്രഹങ്ങളും നന്മകളും നൽകി എന്നെ വഴി നടത്തണമേ എന്ന് ഇവിടെ ആഗ്രഹം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്ന ഒരു വാചകമാണ് ഇവിടെ ആകൂർ ഓർപ്പിക്കുന്നത്. പലരും ധനത്തിന് പിന്നാലെ യാത്ര ചെയ്യുന്നവരാണ്. സമ്പത്ത് വർദ്ധിപ്പിക്കാനും സുഖം അനുഭവിക്കാനും അപ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് പലരും. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്നു, എനിക്ക് അന്നന്നത്തെ ജീവിതത്തിന് ആവശ്യമായ നന്മകൾ നൽകി എന്നെ വഴി നടത്തണമേ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം പറയുന്നു, നാളെയെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ദൈവം നമ്മുടെ സകല കാര്യങ്ങളും നന്നായി അറിയുന്നു. ഓരോ ദിവസവും വേണ്ടത് നമ്മെ നന്നായി അറിയുന്ന ദൈവം നമുക്ക് നൽകി അനുഗ്രഹമായി മാന്യതയോടെ നമ്മെ വഴിനടത്തുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം പലതിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നവരാണ്. ജീവിത നന്മകൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി, നല്ല ജോലിക്ക് വേണ്ടി, സമൂഹത്തിൽ നല്ല മാന്യതയ്ക്ക് വേണ്ടി പലതിനായിട്ട് നാം ഓടുന്നവരാണ്. എന്നാൽ വചനം പറയുന്നു, നാം അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് സ്വർഗസ്ഥനായ പിതാവ് നന്നായിട്ട് അറിയുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ അത്യാഗ്രഹം നമുക്ക് പാടില്ല. അന്നന്നതേക്ക് വേണ്ടത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നന്മകൾ മാത്രം ദൈവത്തോട് ചോദിച്ചുകൊണ്ട് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും നന്നായി അറിയുന്ന സ്വർഗസ്ഥനായ ഒരു പിതാവ് നമുക്ക് ഉയരങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, അവൻ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവം ഉന്നതനാണ്, ഉയരങ്ങളിൽ വസിക്കുന്നവരാണ്. എങ്കിലും അവിടുത്തെ മക്കളായ നാം ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി നീറിപ്പുകയുവാൻ, ഭാരപ്പെടുവാൻ അവിടെ നിന്ന് അനുവദിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ദൈവമല്ല, മറിച്ച് നമ്മെ ജയോത്സവമായി എന്നും വഴിയെടുത്തുള്ള നല്ല കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യഭാരങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, അവയെല്ലാം ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ എനിക്ക് അനുദിനം ആവശ്യമായ നന്മകൾ തന്ന് എന്നെ വഴി നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ജീവിതം മുന്നോട്ട് നയിക്കാം. അതിനായി ഈ തിരുവചനങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.